ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഫിഷ് മോളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിങ് ഫിഷാണ്. അത് ആദ്യം ഒന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ, ടർമറിക്, സാൾട്ട് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമുക്കൊരു ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് അത് എടുത്ത് വെക്കണം. ശരിക്കും ഈ നെയ്മീനെക്കാട്ടിലും ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ കരിമീനൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. പക്ഷേ ഇവിടെ അത് അത്ര അവൈലബിൾ അല്ല. കിട്ടിയാൽ തന്നെ അത്ര ടേസ്റ്റും വരില്ല. നാട്ടിലെ പോലുള്ള ടേസ്റ്റ് ഒന്നും കിട്ടില്ല. നമുക്കൊരു പാൻ ചൂടാക്കാം. ആദ്യം ചൂടാക്കിയ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം ഇതിന്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. മറ്റുള്ള ഓയിൽ അത്ര ടേസ്റ്റി ആയിട്ട് വരത്തില്ല. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മീനെല്ലാം ഇട്ട് കൊടുക്കാം. അധികം ഫ്രൈ ആവണ്ട, ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി. കറി ഉണ്ടാക്കാനല്ലേ, അപ്പൊ അധികം ഫ്രൈ ആവണ്ട. ഇത് കറി എളുപ്പമാണ് ഉണ്ടാക്കാൻ. അധികം എരിയൊന്നും വരില്ല. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകും കുരുമുളകിന്റെയും എരി മാത്രമേ ഉള്ളൂ. ഇതാ ഇന്നാളെ ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നില്ലേ, സ്വീറ്റ് പൊട്ടറ്റോയുടെ. ആ സ്വീറ്റ് പൊട്ടറ്റോ വളർന്ന വിൻഡോ സൈഡിലെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം നമ്മുടെ മീൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊന്ന് തിരിച്ചിടുക. രണ്ട് സൈഡും ഒന്ന് ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. പിന്നെ ഇത് എളുപ്പമായതുകൊണ്ടാണ് ഇന്ന് ഞാനിതിൽ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ടല്ലോ, മോർണിംഗിൽ പുറത്ത് പോകുന്നുണ്ട്. അതിന് ഒരു പണി ഇട്ടിട്ടുണ്ട്. നല്ല പണി അടിച്ചു. തണുപ്പത്ത് വെളിയിൽ പോയതാ. ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആ മഴയൊക്കെ അത്യാവശ്യം നനഞ്ഞ്, വല്ലപ്പോഴും കിട്ടുന്നതല്ലേ, അപ്പോൾ ആ മഴയൊക്കെ നനഞ്ഞ് അതിൻ്റെതായിട്ടുള്ള പനിയും കിട്ടി. അപ്പോൾ ഇന്ന് എളുപ്പം കുട്ടികൾക്കും നമുക്കൊക്കെ എളുപ്പം. എല്ലാവരും കഴിക്കുന്ന ഒരു സാധനം ഒരെണ്ണമാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കറി മതിയല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ബ്രെഡ് ഐറ്റം ഇതിൻ്റെ കൂടെ കൊടുത്താലും മതി, കുട്ടികൾക്കും ഇഷ്ടമാണിത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഒണിയൻ, കറി ലീവ്സ്. ഇത് എത്രയാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ നേരത്തെ വറുത്ത് വെച്ച എണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്നേരം ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ യൂസ് ചെയ്തത്. ഇവിടേക്ക് ഞാൻ ആദ്യം പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ഇടും. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മണം വരും. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കും. ഇഞ്ചി നല്ല നീളത്തിൽ അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ ഗാർലിക്കാണ് ഇടുന്നത്. ഞാൻ കുറച്ച് ഏറെ അരിഞ്ഞ് വെച്ചിരുന്നു, പക്ഷെ അത്ര ആവശ്യമില്ല, കുറച്ച് മതി. അപ്പോൾ ഇഞ്ചിയും ഗാർലിക്കും ഇട്ടു. ഇനിയും നമ്മൾ പച്ചമുളക്, സവാള കൂടെയാണ് ഇട്ടത്. സവാളയുടെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി സ്റ്റോക്കില്ല. അത് തന്നെയല്ല, ചെറിയ ഉള്ളി ഇടയ്ക്കിടയ്ക്കേ വാങ്ങിക്കത്തുള്ളൂ. ഭയങ്കര മെനക്കെട്ട ഒരു പണിയാണ് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഓണിയൻ തന്നെ അങ്ങ് യൂസ് ചെയ്യും. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അധികം വഴണ്ട, അതും കുറച്ച് വഴണ്ടാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ഒരു കളർ അങ്ങ് മാറും. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ടർമറിക് വീണ്ടും അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ വാങ്ങുന്ന തേങ്ങാപ്പാൽ തന്നെയാണ്. ഞാനിപ്പോൾ നിറപറയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. ആ ടിന്നിൽ ഹാഫ് പാല് ഞാൻ മാറ്റി വെച്ച്. കാരണം ഭയങ്കര തിക്കാണ് ഈ പാല്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഈ ടിന്നിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഈ ഒഴിക്കുന്നത്. നമ്മൾ നാട്ടിൽ പറയുവാണെങ്കിൽ, നാട്ടിലല്ല പറയുന്നത്, അല്ലാതെ തേങ്ങാപ്പാൽ എടുക്കുവാണെങ്കിൽ നമ്മൾ 2ാം പാൽ ഒഴിക്കുക എന്ന് പറയും. അതുപോലെ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് വേണം, നല്ലോണം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന ആ മീനുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും മീൻ ഇതിനകത്ത് മുങ്ങിക്കിടക്കണം. അതിട്ട് കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ആ ചാറൊക്കെ ഒന്ന് കോരി ഒഴിച്ചാൽ മതി. അപ്പോഴത്തേനും അതങ്ങ് റെഡി ആയിക്കോളും. അത് മുങ്ങിക്കിടക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ ആണ്. ഞാൻ കുറച്ച് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നില്ല, ഒരു ഭംഗിയൊക്കെ വരട്ടെന്ന് വിചാരിച്ച് ടൊമാറ്റോ ഒക്കെ ഞാൻ നല്ല റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ റൗണ്ടിലൊന്നും കട്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഏത് ഷേപ്പിലും കട്ട് ചെയ്ത് വെക്കാം. എന്തായാലും നമുക്ക് ടൊമാറ്റോ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ആ ടൊമാറ്റോ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കറിവേപ്പിലയാണ്. നാട്ടിലൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇത് നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്ന ചിലപ്പോഴൊക്കെ വലിയ ഇലയാണ് കിട്ടുന്നത്. അതിനൊന്നും വലിയ മണമൊന്നുമില്ല. എന്തായാലും ഇപ്രാവശ്യം എനിക്ക് ചെറിയ ഇലയുടെ കിട്ടിയിട്ടുണ്ട്.
അത്യാവശ്യം മണമൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഇത് തിളച്ചൊന്ന് വേവണം ആ ഗ്രേവിയൊക്കെ. അടപ്പെടുത്തത് ചെറുതായിപ്പോയി. കറക്റ്റ് അടപ്പാലെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അത്യാവശ്യം കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി അത്യാവശ്യം വെന്തിട്ടുണ്ട്, കറിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1 പാല്, ആ കട്ടിയുള്ള തേങ്ങാപ്പാല് ലാസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല കട്ടിയായി പാലിന്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഈ മീനൊന്നും അടയാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയും ഈ 2 പാൽ ഒഴിച്ചതിന് ശേഷം കറി അധികം തിളപ്പിക്കാൻ പാടില്ല. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അധികം തിളക്കരുത്. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് സെർവിങ് ഡിഷിലോട്ട് എടുത്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ബ്രെഡിന്റെ കൂടെയും നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അറിയാൻ വയ്യാത്തവർ ഈ വീഡിയോ കണ്ടു തന്നെ ചെയ്ത് നോക്കുക.